പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ? അത് കിട്ടിയോ? മക്കളിത് ഇമ്പോർട്ടന്റ് ആണ്, ചെയ്യണേ. ജിഷ്ണു, സൗരവ് കിട്ടില്ല? അല്ല, എന്നോട് ഇക്വേഷൻ മാറിപ്പോയി. 1 വിചാരിച്ച ഐ വാല്യൂ എടുത്ത് ഡിഫോൾട്ട് ചെയ്തു. ഓക്കെ 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 ഓക്കെ. ഇത് ഐ അല്ല. ഓക്കെ, 1 + a × L/k the whole square ആണ്. T raised to 4 എല്ലാം വരുന്നുണ്ടോ? വരും. അത് ടി സ്ക്വയറിനെ ടി ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെറ്റർ ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സുഖമായിട്ട് സോൾവ് ചെയ്യാലോ. കാൽക്കുലേറ്ററിൽ ഡിഗ്രി 3 വരെയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ? ഡിഗ്രി 3 വരെയല്ലേ ഉള്ളൂ. അതെ, അത് മറ്റേ ഞാൻ കാണിച്ചത്. T4 സ്ക്വയർ ആക്കി എടുത്തിട്ട് അതിന്റെ റൂട്ട് തന്നെ. അല്ല, T4 അതിന് ടി സ്ക്വയറിനെ ഒരു ടീന്നോ അല്ലെങ്കിൽ ഒരു പീന്നോ എന്തായാലും കൊടുക്കുക. അപ്പോ എന്തായി? T4 എന്ന് പറഞ്ഞാല് സം പി സ്ക്വയർ ആയി, ടി സ്ക്വയർ സം പി ആയി അല്ലെ? അപ്പൊ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ, സോൾവ് ചെയ്യാലോ. സോൾവ് ചെയ്യാം ഇതല്ലേ. ഓക്കെ, സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഗിവൺ ഡാറ്റാസ് സോൾവ് ചെയ്യാം. കൺഫ്യൂസ്ഡ് ആയവരെ നോക്കാം. സോ ഗിവൺ ഡാറ്റാസ് ഒന്ന് ഡി അല്ലെ. Capital D is 100 mm, bore diameter is 100 mm, length of the connecting rod is 350 mm, and factor of safety 6 ആണ്. പിന്നെന്താ, maximum pressure അല്ലെ, P max അത് തന്നിട്ടുണ്ട്, which is 4 megapascal. Now I'll start with the first step, very first step, which is force acting on the connecting rod അല്ലെ. Force acting on connecting rod, right? So FC is equal to നമുക്കറിയാം pi/4 d square into P max ആണ്, right? എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, d തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P max സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. If you solve that, you will get the value as 31415.93 Newton എന്ന് കിട്ടും. Okay, so that is your first step. Now the second step is to find the critical load അല്ലെ, critical buckling load. And FCR is equal to FC into factor of safety ആണ് അല്ലെ. FC 31415.93 into factor of safety question പറഞ്ഞിട്ടുണ്ട്, you have to take 6 അല്ലെ. On substituting that, you will get the value as 188,495.58 Newton എന്ന് കിട്ടും. That is your FCR value. Fine. Now, so critical value അത് കിട്ടി. പിന്നെന്താ വേണ്ടേ? Okay, now the third step എന്താണ്? Critical buckling load നമുക്ക് വേറൊരു ഇക്വേഷനിൽ കാണാം. So critical buckling load is equal to എത്ര? ഒരു ഇക്വേഷൻ sigma c into a divided by
1 plus a into L by kxx the whole square. Okay. So sigma c value, as I said, and the you can take the value as 330. Okay, 330 into 11t square divided by 1 plus a and 1 by 7500 into again your 1 plus by L എന്ന് പറഞ്ഞാൽ 350 ആണ്. 350 divided by 350 by k ഞാൻ 1.78t എടുക്കുകയാണ് the whole square. Okay. Now if you solve this എന്ത് കിട്ടും? സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഒരു ഫോമിലേക്ക് വരും അല്ലെ? സൗരവ് പറഞ്ഞ ഒരു ഫോമിലേക്ക് വരും. t raised to 4 minus 51.93 t square minus 267.96 is equal to 0 എന്ന് കിട്ടും അല്ലെ? ഇതല്ലേ പ്രശ്നം സൗരവ്? ഇതിന്റെ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വാല്യൂ അതൊന്നുമല്ല കിട്ടി. വാല്യൂ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 3630 t raised to 4 equal to അങ്ങനെയാണ്. അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. നോക്കോ, എന്തായാലും ഇതാണ് വാല്യൂ, നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ഇതാണ്. ചെക്ക് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി ഇത് സോൾവ് ചെയ്യാൻ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സം പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായി, പി സ്ക്വയർ മൈനസ് 51.93 പി മൈനസ് 267.96 is equal to 0 അല്ലെ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സോൾവ് ചെയ്യുക. അപ്പൊ പിക്ക് ഒരു വാല്യൂ കിട്ടും. പിക്ക് എത്ര കിട്ടാം? സോൾവ് ചെയ്താൽ 56.66 എന്ന് കിട്ടും. പി എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. ഫോർ ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ആൻഡ് ദ വാല്യൂ വിൽ ബി അറൌണ്ട് 7.53. സോ യു ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ടു 8 mm. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നോട്ട് ചെയ്യാം. അത് കാൽക്കുലേറ്റർ ചെയ്യേണ്ട കാര്യം കിട്ടിയില്ലേ? പി ഈക്വൽ ടു 56.66 കിട്ടി. അതൊന്നും അത് പിന്നെ സ്ക്വയർ റൂട്ട് എടുക്കാം, കാരണം ടി സ്ക്വയറിന് ഞാൻ പി എന്നാണ് കൊടുത്തത് അല്ലേ? അപ്പൊ ടി റൈസ് ടു 4 ഞാൻ പി സ്ക്വയർ കൊടുത്തു, എന്നിട്ട് 56.66. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ ആകുമ്പോ ടി റൈസ് ടു 4 നീ ടി സ്ക്വയർ കൊടുത്തോ? അങ്ങനെ ചെയ്തേ. ടി റൈസ് ടു 4 ടി സ്ക്വയർ കൊടുത്ത്. ഓക്കെ, അങ്ങനെ ഫൈനൽ ആകുമ്പോൾ നിനക്ക് എന്താ കിട്ടുക? ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 56.66 ആണല്ലോ. അതിനാണെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 56.66 അല്ല, ടി റൈസ് ടു 4 ഈക്വൽ ടു പി സ്ക്വയർ ഈക്വൽ ടു 56.66. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് 56ന്റെ റൂട്ട്. അതെ, പി എന്ന് പറയുന്നത് ടി സ്ക്വയർ അല്ലേ? ആദ്യം തിരിച്ചു പോകുന്നത് നീ അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും വരുന്നു, അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും വരുന്നു, അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് നിന്റെ വന്ന പ്രശ്നം എന്താ അറിയാ? ടി സ്ക്വയറിനെ ടി എന്ന്, പിന്നെ ടി റേസ് ടു 4 അതാണ് പ്രശ്നം. അതെ, ടി റേസ് ടു 4 അല്ല ടി സ്ക്വയർ കൊടുക്കണ്ടേ. ടി റേസ് ടു 4 പി സ്ക്വയർ എടുത്ത്, ടി സ്ക്വയർ പി, ടി സ്ക്വയർ ടി സ്ക്വയർ പി, ടി സ്ക്വയർ പി. അപ്പൊ എന്താ, പി സ്ക്വയർ മൈനസ് അങ്ങനെ സോൾവ് ചെയ്തപ്പോ പി എന്ന് പറയുന്നതാണ് 56.66. ആ പി എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. പി 56 ആണ്. ഓക്കെ, കിട്ടിയില്ലേ? സോ തിക്നെസ് കിട്ടി, റൈറ്റ്? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയാ? സിക്കെ, വിഷ്ണു, വിശാഖ്? സാർ ഐ എടുത്തിട്ട് എങ്ങനെടാ? ഐ എടുത്ത് ചെയ്ത് തരും, ഫുൾ തെറ്റിച്ചുണ്ട്. ഐ എടുത്ത് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, കൈ എല്ലാം. പക്ഷെ മറ്റേ ഞാൻ എഴുതിച്ചു, സാറ് പറഞ്ഞ വാല്യൂ എടുത്ത് വന്നിട്ടില്ല. എന്തോ തെറ്റുണ്ടോ? എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടോ? അത് നോട്ട് ചെയ്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ചെക്ക് ചെയ്തോ എന്നിട്ട് പിന്നെ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ബാക്കി എല്ലാവരും എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതാണ് നിങ്ങളുടെ ഫൈനൽ വാല്യൂ വരിക. ഫൈൻ. ഓക്കെ, സോ അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നേ, തന്നെ വന്നാല് സമയം ഉണ്ടാവില്ല. ഓക്കെ, സോ ടി കിട്ടി, റൈറ്റ്? സോ ഇത് നമ്മളെ ഫസ്റ്റ് അജണ്ട കഴിഞ്ഞു എന്ന് വെച്ചാൽ ടി കിട്ടി, ഫസ്റ്റ് പോർഷനിൽ ടി കിട്ടി. ഇനി എന്ത് വേണം? സെൻട്രൽ സെക്ഷന്റെ ഡയമെൻഷൻസ് എനിക്ക് കാണാം. ഓക്കെ, സോ ഐ സെക്ഷൻ. സോ ഷാങ്കിന്റെ ഷാങ്ക് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷാങ്ക് ഡിസൈൻ ആണല്ലേ? ഷാങ്ക് ഡിസൈൻ ചെയ്യുന്നതിൽ ആദ്യം ടി കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? ഇനി
സെൻട്രൽ പോർഷന്റെ ഐ സെക്ഷന്റെ ഡയമെൻഷൻസ് കാണാം. ഓക്കെ, സോ യു സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് യുവർ ഫോർത്ത് സ്റ്റെപ്പ്, റൈറ്റ്? സോ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഡയമെൻഷൻസ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ആണ്, റൈറ്റ്? ഡയമെൻഷൻ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ നമുക്കറിയാം ഡാറ്റ ബുക്ക് റെഫർ ചെയ്താലും അറിയാം എന്താണ് അതിന്റെ ഓരോ ഡയമെൻഷൻ എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് 40 ആണ് and height 5t ആണ്, right? So you can take the value directly. So that is your width b is equal to 40, height is equal to 5t and thickness t ആണ്, right? So 4 into 8, right? 32 mm and 5 into 8 which is 40 mm is your height. Okay, ഇതാണ് ഐ സെക്ഷന്റെ ഡയമെൻഷൻസ് വരാം. ഓക്കെ, അതായത് സെൻട്രൽ പോർഷനിലെ ഡയമെൻഷൻസ് വരാം. ഇനി എന്ത് വേണം? കഴിഞ്ഞില്ല. എന്ത് വേണം? ഇത് സെൻട്രൽ പോർഷനിലെ മാത്രമാണ്, കംപ്ലീറ്റ് ആവുന്നില്ല. എന്ത് ചെയ്യണം? ഇനി കംപ്ലീറ്റ് ആവണമെങ്കിൽ വേരിയേഷൻ ഓഫ് ഹൈറ്റ് കൂടെ കാണണം, അല്ലെ? സോ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ വേരിയേഷൻ ഓഫ് ഹൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് h1 ആൻഡ് h2, റൈറ്റ്? h1ന്റെ കേസിൽ നമുക്കറിയാം അതിന്റെ വേരിയേഷൻ നമ്മളോട് പറഞ്ഞത്ര യു ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 0.75 to 0.9. Okay, 0.75 to 0.9. So നമുക്ക് any value ഏത് വേണമെങ്കിലും എടുക്കാം. So I'll be going with 0.85. Okay, 0.85 എടുക്കുകയാണെങ്കിൽ 0.85 h എടുക്കാം. Similarly h2 any value എടുക്കാം. So I'm taking it is 1.2 h എടുക്കുന്നു. Okay, so you can substitute the values. So in that case your h1 will be some substitute ചെയ്താൽ h1 is equal to 34 mm കിട്ടും. And h2 higher end ന്റെ bigger sectionൽ വരുന്ന it will be some 48 mm. Okay, so these are the dimensions. Now this completes the first shank design. Three കഴിഞ്ഞാലാണ് shank part ന്റെ design complete ആവുക. Clear? Right? Okay. ഇനി അത് വെറും ഇത് h1 h2 h2 മാത്രം അല്ല, റേഞ്ച് തന്നിട്ടില്ലേ? 1.1 to 1.25 h എടുക്കാം, അതുപോലെ 0.75 to 0.9 h എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഏത് വാല്യൂ വേണം എടുക്കാം. 0.75 എടുക്കുന്നത് തെറ്റില്ല, 0.9 എടുക്കുന്നത് തെറ്റില്ല, മറ്റേ 1.1 തൊട്ട് 1.25 ഏത് വാല്യൂ എടുക്കുന്നതിനും കുഴപ്പമില്ല. ഇത് റാൻഡം ആയിട്ട് ഞാനൊരു 1.2 എടുത്തു, ഇത് 0.8 എടുത്തു, 85 എടുത്തു. ഡാറ്റ ബുക്കില്ല. ആ റേഞ്ചാ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അത് വലിയ കാര്യമില്ല. ഇത് ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം ഇത് സെൻട്രൽ പോർഷനിൽ കറക്റ്റ് നമ്മളിത് 1t അല്ലെങ്കിൽ h അല്ലെ, h എന്ന് പറഞ്ഞാൽ നമുക്ക് 1h എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഷോർട്ടർ സൈഡിൽ എന്തായിരിക്കണം? ലെസ് ദാൻ 1h ആയിരിക്കണം, അല്ലെ? ലെസ് ദാൻ 1h എന്ന് പറയുമ്പോൾ ഒരു 0.7 to 0.9. ഓക്കെ, അതേപോലെ പിന്നെ ഗ്രേറ്റർ ദാൻ h ആയിരിക്കണം ബിഗർ എൻഡിൽ, അല്ലെ? അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അത്ര മാത്രമല്ല, 1 ആകുമ്പോൾ 1.1 to 1.25. ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. Right, that's it. So with this, your first part is complete. Clear ആണോ? ഇത് ഇത്രേ ചെയ്യാനുള്ളൂ. ലോജിക്കൽ വൈസ് ഇത്രേ ചെയ്യാനുള്ളൂ. ഞാൻ പറയാം, ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? തന്ന ഡയമെൻഷൻസ് വാല്യൂസ് എല്ലാം ബേസ് ചെയ്തിട്ട് ആദ്യം കണക്ടിങ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാം. ഓക്കെ, കണക്ടിങ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കാണാം. അത് ബേസ് ചെയ്തിട്ട് ഇതിലെ ക്രിട്ടിക്കൽ ബക്ലിംഗ് എത്രയാണെന്ന് കാണാം. ക്രിട്ടിക്കൽ ബക്ലിംഗിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ആദ്യം ഫോഴ്സ് കാണാം, PC കാണാം. ഓക്കെ, പിന്നെന്താ? ബക്ലിംഗ് ലോഡ് ഉണ്ട്, PCR. എങ്ങനെ? രണ്ട് മെത്തേഡിൽ PCR കാണാം, അല്ലെ? സ്റ്റാൻഡേർഡ് മെത്തേഡിലും കാണാം, പിന്നെ അതുപോലെ നമുക്ക് കിട്ടിയ ഫോഴ്സ് ബേസ് ചെയ്തിട്ടും PCR വാല്യൂ കാണാം. രണ്ട് ഇക്വേറ്റ് ചെയ്ത് തിക്നെസ് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഇറ്റ്. തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡയമെൻഷനും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് എൻഡിലെയും ഡയമെൻഷൻസ് അത് ബേസ് ചെയ്തിട്ട് എടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ, ക്ലിയർ? ഓക്കെ, സെറ്റല്ലേ? പ്രശ്നമുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെ നമുക്ക് സെക്കൻഡ് പോർഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോർഷന്റെ ഡയമെൻഷൻ, ഇതിപ്പോ ഒരു ലെങ്തി ക്വസ്റ്റൻ ആയാലും ശരി, അല്ല പിന്നെ എന്താ പറയാ, ഒരു പിന്നെ
ഇത് മാത്രം കാണാനുള്ള ക്വസ്റ്റ്യൻ ആയാലും ശരി, ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, ഈ ഫോമിൽ കണ്ടിന്യൂ ചെയ്യാം. ഫൈൻ. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് പോർഷൻ. ഓക്കെ, സോ ആദ്യം നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഓക്കെ. Your basic design for the connecting rod is coming to an end. Basic design of the crankshaft is coming to an end. Now let us move on to the design of the big end and the small end bearing. So here, all you have to do is to find the dimension of the big end and the small end bearing. Okay, so these bearings are actually something that is kept inside this big end and small end. Right. So it is effectively a simple hollow cylindrical section. Okay. So let us enlarge this view. So your small end will be looking something like this, as you can see from the figure. Okay. So this is the bearing bush. So all you have to do, or all you have to find out, is actually the diameter of this one as well as the length of this bearing, diameter of the bearing and length of this bearing. So once you found these two, the diameter, your design procedure is over. Okay. So effectively, the objective here is to determine the dimensions of small end, which is LP, and the dimension of and the diameter. Right. Now, this subscript P is used because this portion is attached to the piston pin. So to denote piston, the subscript P is used. Right. Now, the concept behind this is actually the load acting on the piston is actually transferred to the connecting rod. The same load is transferred to the big end and small end bearing as well. Right. So for the load acting on the small end bearing can be found out using the equation PC is equal to dP into LP into PBP, right? But this dP into LP will give you the area, the projected area, which is the affected area. Actually, this will give you the projected area, and that is multiplied with the allowable bearing pressure. Okay, but the PB is your allowable bearing pressure. And this allowable bearing pressure, you can take it in between 10 to 12.5. This value will not be given. You have to keep it in mind, right? The bearing pressure is 10 to 12.5. Okay. Now, to find these two, let us equate this value with the standard PC, or the load acting on the connecting rod, which we have already found out, right? The load acting on the connecting rod is nothing but pi by 4 d square into P max. So to find the this one, you also need a relationship, and the relationship is the ratio of length to diameter can be taken anywhere in between 1.5 to 2. So using these three equations, you may equate and you can determine the value of LP and DP. Okay. Now the same concept can be applied for determination of the big end bearing as well. The same, it applies, all the same concepts applies similarly to this one. Okay. The only thing is that the denotation is different, will be denoting in it as different way, that is LC and DC, because it is connected to the crankshaft, the crank pin. Okay. Now the load acting on the big end bearing is nothing but DC into LC into PBC, where DC into LC is the projected area of the bearing, and that is multiplied with the allowable bearing pressure, which is acting on the crank. Okay. Now here the allowable bearing pressure is taken somewhere between 5 to 10. So here you may take for both these, you may take 10 megapascal, which is applicable for both the cases. And L by D ratio here it ranges between 1.25 to 1.5. So you can take anywhere between this, better take 1.5. Okay. So by equating in the similar way, you ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാകുന്ന ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ.
So okay, so second portion is our design of the big end and small end bearing on, right? So connecting load in the big end small end bearing in the connection. So bearing the design on the second right? Bearing small small and big end, right? Now so this design small and big end design ultimately you are actually finding out the dimensions, right? So dimensions in the sense see, here case dimension a simple cylindrical portion insert okay, cylindrical portion okay. So ultimately you have to find the diameter of this one, okay. So that is one dimension, and the second one is the length of this one. These two കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. Okay, so so the load acting on the small end, okay. So the first equation is we are actually taking the load acting on the small end. Load acting on the small end എന്ന് പറഞ്ഞാൽ same കാര്യം തന്നെയാണ്. So that is equal to dp into lp into pb ആണ് equation, okay. ഇത് projected area ആണ്. dp into lp എന്ന് പറയുന്നത് projected area ആണ്. ശ്രദ്ധിക്കുക, projected area in the sense എനിക്കൊരു cylindrical portion ഉണ്ടെന്ന് വിചാരിക്കാം, okay. For example നമ്മൾ പല കേസുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. So for example എനിക്ക് ഇത്ര ഒരു cylindrical piece ഉണ്ട്, okay. ഇതിന്റെ projected area എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഒരു cylindrical portion-നെ നമ്മൾ ഇത് ഒരു ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ടോർച്ച് ലൈറ്റ് അടിക്കാന്ന് വിചാരിക്കാം, ഓക്കെ. ടോർച്ച് ലൈറ്റ് അടിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ഷാഡോ കിട്ടും, അല്ലെ? ആ ഷാഡോ ആണ് അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ, പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ. സോ ഇത് അതിന്റെ ഡയമീറ്റർ ആണ്, ഡി പി ആണ്. ഇതിന്റെ ലെങ്ത് ആണ് എൽ പി എന്ന് പറയുന്നത്, ഓക്കെ. സോ എൽ പി ഇൻറ്റു ഡി പി ആണ് ഇതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ. ഇതാണ് അതിന്റെ പ്രൊജക്റ്റഡ് ഏരിയ, ഓക്കെ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊജക്റ്റഡ് ഏരിയ ഇൻറ്റു ആ പ്രഷർ. കാരണം നമ്മൾ ലോഡ് ഇതിനെ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കോണ്ടാക്ട് സർഫസ് വരുന്നത് ആ പ്രൊജക്റ്റഡ് ഏരിയയിൽ മാത്രമാണ്, അല്ലെ? അതിന്റെ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. എന്തുകൊണ്ട് അത് എടുക്കുന്നത് ചോദിച്ചാൽ, നമ്മളൊരു ഇതൊരു ഒരു സെറ്റപ്പിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന്റെ ലോഡ് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എവിടെയാ? ഇത്രയും ബോട്ടം പോർഷനിലാണ് ഇതിന്റെ കംപ്ലീറ്റ് ലോഡ് എക്സ്പീരിയൻസ് ചെയ്യുക, ശരിയല്ലേ? റൈറ്റ്, ഇത്രയും പോർഷനിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലോഡ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ആ പോയിന്റ് ഓഫ് കോൺടാക്ട് വരുന്നത് തൊട്ടാ ഇവിടം തൊട്ട് ഇവിടം വരെ. ദാറ്റ് മീൻസ് projected area is the place where this entire load is acting, okay. So the load acting, so we'll be taking the load acting as, okay, so load acting as your dp into lp will give me the projected area into the allowable bearing pressure എന്ന് വെച്ചാൽ അതിനെ withstand ചെയ്യാൻ പറ്റാവുന്ന pressure, okay. pb is your allowable bearing pressure, and normally the value is taken between 10 to 12.5 megapascal, okay. So ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കണം. ഞാൻ പറയാം, നമുക്കിത് എങ്ങനെ ഇത്രയും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കട്ട് ഷോർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം, ഓക്കെ. Again, to find this, so ultimately you have to find this dp and lp again. So for that we'll be equating this with the pc എന്ന് പറഞ്ഞാൽ actually കണക്ടിങ് റോഡില് ഈ കണക്ടിങ് റോഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് തന്നെയാണ് ഇതിന്റെ രണ്ട് ബിഗ് എൻഡിലും സ്മോൾ എൻഡിലും വരിക, അല്ലെ? സോ നമ്മൾ പിസ്റ്റണിന്റെ കേസ് പറഞ്ഞു, പിസ്റ്റണിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വാട്ട് ഇസ് ആക്ടിങ് ഓൺ ദ കണക്ടിങ് റോഡ്, റൈറ്റ്? കണക്ടിങ് റോഡിന്റെ ഒരു പാർട്ട് തന്നെയാണ് ബിഗ് എൻഡും സ്മോൾ എൻഡും. സോ അതിന്റെ ആ സെയിം ലോഡ് ഈസ് ആക്ടിങ് ഓൺ ദിസ് ബിഗ് എൻഡ് ആൻഡ് സ്മോൾ എൻഡ്, ഓക്കെ. സോ വി ആർ ആക്ച്വലി ഈക്വലിംഗ് ദ സെയിം ലോഡ് വിച്ച് ഇസ് ഈക്വൽ ടു 5/4 d square into p max, okay. സോ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, okay. So we'll be equating this equation with this one to find out dp and lp. പക്ഷെ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇവിടെ രണ്ട് അൺനോൺ ഉണ്ട്, അല്ലെ? രണ്ട് അൺനോൺസ് ഉണ്ട്, റൈറ്റ്? അപ്പൊ ഈ രണ്ട് അൺനോൺസ് എനിക്ക് കണ്ടെത്തണമെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, റൈറ്റ്? ഈ രണ്ട് അൺനോൺസിനെ കണ്ടെത്തണമെങ്കിൽ എനിക്ക് രണ്ട് ഇക്വേഷൻ വേണം. അതുകൊണ്ട് തന്നെ വി ആർ ടേക്കിംഗ് എ റേഷ്യോ, ദാറ്റ് ഈസ് ദി എൽപി ബൈ ഡിപി ഷുഡ് ബി വിത്തിൻ 1.5 to 2. Okay, either you can take 1.5 or 2 or any value in between, okay. So taking this as the values, okay, ഇത് ബേസ് ചെയ്ത് എനിക്ക് LP and DP തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും. If you substitute the values over here, you can find the LP and DP you can find. That's it. See, the same method is applied for the big end as well, okay. Big end കേസിലും the same thing, ആകെ കൂടെ മാറുന്നതിന്റെ നൊട്ടേഷൻ മാത്രമാണ്. ഇവിടെ സ്മോൾ എൻഡ് പിസ്റ്റണിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് DPയും LP എന്ന് കൊടുത്തത്. പിസ്റ്റൺ പിന്നിനാണല്ലോ അത് കണക്ട് ചെയ്യുക, അല്ലെ? അതേ സമയത്ത് ഇത് ക്രാങ്ക് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രാങ്ക് പിന്നെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സബ്സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നത് C ആണ്. സെയിം കാര്യം തന്നെയാണ് ലോഡ് ആക്ടിങ് ഓൺ ദ ബിഗ് എൻഡ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ DC into LC into allowable pressure, okay. That which is equated with the 5/4 d square into p max, standard equation, same value, okay. Again this solve ചെയ്യണമെങ്കിൽ എന്ത് വേണം? I need a relationship between DC and LC, okay. So LC by DC is taken as 1.25 to 1.5.
Okay, ആ വാല്യൂ റേഞ്ചിലാണ് ആ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, സോ യു കൻ ഇക്വേറ്റ് ബോത്ത് ആൻഡ് ഫൈൻഡ് എൽ സി ആൻഡ് ഡി സി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട പോലത്തെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടുത്തെ അലൗവബിൾ പ്രഷർ റേഞ്ചസ് ബിറ്റ്വീൻ 5 to 10. ഓക്കെ, 5 മുതൽ 10 വരെയും, ഇവിടെ 10 തൊട്ട് 12.5 വരെയാണ്. അപ്പൊ രണ്ടിന്റെ കേസിലും 10 കോമൺ ആണ്. സോ ഇഫ് നത്തിങ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, യു കൻ ഗോ വിത്ത് 10 MPa. ഫൈൻ. Again, LP by DP, LC by DC യുടെ വാല്യൂലും അത്തരം കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ you can take 1.5 as a common factor. രണ്ടിന്റെയും 1.5 ഉണ്ട്. So you can go with 1.5. LP by DP യും LC by DC യും 1.5 വെച്ചിട്ട് പോകും. Nothing else is specified. Okay, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ you can go with the value. Fine. If nothing is given, you can take the pressure for both cases, allowable pressure as 10 MPa and the LC by DC and LP by DP value as 1.5, and you can continue. Right. So in short, പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. So second step തുടങ്ങുന്നത് design for small end ആണ്. Design for small end bearing. Okay, small end bearing. Already നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ് PC, pi by 4 d square into P max എന്ന് പറഞ്ഞ് we have already found out this value. So you have to equate it with the bearing pressure. Okay, bearing pressure എന്തായിരുന്നു notation എന്തായിരുന്നു? Bearing pressure അത് PC തന്നെ notate ചെയ്തിരിക്കുന്നത് അല്ലെ? PC for bearing എന്ന് കൊടുക്കണം. Okay, so that is equal to dP into LP into allowable pressure അല്ലെ? Allowable pressure. Okay. So, and again your LP by DP is equal to, you can take it as 1.5, that is LP is equal to 1.5 DP. Okay, the value is 1.5 DP. You can substitute the value over here. So for your PC is equal to DP into 1.5 DP into allowable pressure, and allowable pressure value you can take it as 10. Okay, so equate this with pi by 4 d square into P max value. This value നമുക്കറിയാം, equate here, find DP. Once you get the DP, you can find LP. That's it. The same applies to the other factor as well, and you can directly find out the value as well. That's it. Clear? Clear or no? എന്താ ചെയ്യുന്നത്? നമുക്ക് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവസാനം നമുക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, സോ പ്രോബ്ലത്തിലേക്ക് വരാം. പിക്ചറിൽ ഇക്വേഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല അല്ലെ? എവിടത്തേക്ക് പ്രശ്നമുള്ളത് വെച്ചാൽ ഞാൻ തരാം. ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് ഇതാണ്, ലോഡ് ആക്ടിങ് ഓൺ ദ കണക്ടിങ് റോഡ്. സെപ്പറേറ്റ് ചെയ്ത് തരാം നമുക്ക്. ഒന്ന് ഡിസൈൻ ഫോർ സ്മോൾ ആൻഡ് ബെയറിംഗ്. ഇതില് ഫസ്റ്റ് ഇക്വേഷൻ പി സി പറഞ്ഞാൽ LP into DP into P allowable pressure. Okay, where LP DP എന്ന് പറയുന്നത് length and diameter of small end bearing. Okay, ഇത് മനസ്സിലാക്കണം. P എന്ന് പറയുന്നത് പിസ്റ്റൺ പിന്ന് കണക്ട് ആയതുകൊണ്ടുള്ള നൊട്ടേഷൻ ആണ്. ഓക്കെ, ഇവിടെ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, LP by DP is equal to is within the range of 1.5 to 2 അല്ലേ? 1.5 to 2. LP by DP 1.5 to 2.0. Fine. And allowable pressure P allowable is equal to 10 to 12.5 megapascal. Okay, so this is your first step. Okay, and find LP and DP. Now, second step, and to find design for big end. Big end bearing. Again, PCC. Again, it is solved by PCC equal to pi by 4 d square into P max. Okay, equate these two and find the value. Okay, again, PC is equal to LC into DC into P allowable. Okay, where LC by DC is within the range of LC by DC 1.25 to 1.5.
1.25 to 1.5, and your P allowable is taken within the range of 5 to 10 megapascal. 10 megapascal. And again, you're equating equations PC is equal to pi by 4 d square into P max. And find LC DC. Problem സ്റ്റെപ്പ് കണ്ടന്നെ അല്ലേ? ഏത് PC നമ്മൾ ആദ്യം കണ്ട അതേ സംഭവമായിരിക്കില്ലേ? DC എവിടെ കണ്ടുപിടിച്ചത്? അല്ല, ഫസ്റ്റ് നമ്മള് ഐ സെക്ഷൻ കാണുമ്പോൾ ഒരു ഇതെടുക്കൂലേ, അത് തന്നെ ആയിരിക്കൂലേ? അല്ലെ മാറ്റം ഉണ്ടാവും? ഐ സെക്ഷൻ ഇത് മറ്റേന്റെ ബാക്കിയല്ലേ ഐ സെക്ഷന്റെ? ഐ സെക്ഷൻ അവിടെ കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന എന്താ, ഇത് രണ്ടും ഈ ബിഗ് എൻഡും ഈ സ്മോൾ എൻഡിന്റെയും ഡയമെൻഷൻ കണ്ടെത്താണ്. ബിഗ് എൻഡിന്റെ സ്മോൾ എൻഡിന്റെ അകത്തെ ബെയറിംഗ് എന്താന്ന് വെച്ചാൽ LP എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ഡയമീറ്റർ ആണ് DP, ഇതിന്റെ ലെങ്ത് ആണ് LP, ഇതിന്റെ ഈ കണക്റ്റിംഗ് റോഡിൽ വരുന്ന പി മാക്സ് തന്നെ ആയിരിക്കൂലേ ഇതിന്റെ? ഇത് നീ ചോദിക്കുന്ന ആദ്യത്തെ ക്യാപിറ്റൽ ഡി ആ? ക്യാപിറ്റൽ ഡി പി മാക്സ് അല്ലേ? ഇതല്ലേ അതെ, ഇതാ തന്നെ സെയിം. അതാ ഞാൻ പറഞ്ഞ FC കണക്ടിംഗ് റോഡിൽ വരുന്ന ലോഡ്. ലോജിക് ആണ് ക്ലിയർ ആവണ്ടേ. നമ്മൾ ചെയ്യുന്ന എന്താ, ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ലോഡ് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്തെടുത്തത്. എന്താ, ഇത് തന്നെയാണ് കണക്ടിംഗ് റോഡിലേക്ക് വരുന്നത്. കണക്ടിംഗ് റോഡിന്റെ രണ്ട് പോർഷൻ ആണ്, ഒന്ന് അതിന്റെ ബിഗ് എൻഡ് സ്മോൾ എൻഡ്. എന്ന് വെച്ചാൽ PC എന്ന് പറഞ്ഞ ലോഡ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബിഗ് എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്മോൾ എൻഡിലും ഈ സെയിം ലോഡ് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ PC എന്ന് പറഞ്ഞ ലോഡ് അത് തന്നെയാണ്. അപ്പൊ അതേ ലോഡ് അതിന്റെ അകത്ത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ സ്മോൾ എൻഡ് വരുന്ന സമയത്ത് അതിന്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ലോഡും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. വിച്ച് ഇസ് സെയിം. ഓക്കെ, അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒന്നുമില്ല. എന്നിട്ട് ഇന്നെ വീഡിയോ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാം ലെവലായി കിട്ടും. അല്ലേ, നോട്ട് ചെയ്തില്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ബേസ് ചെയ്തിട്ടില്ല, ഈ ഒരു ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എഴുതിക്കോ. ഡിറ്റർമിൻ ദ dimensions of the small and big end bearings of the connecting rod. Determine the dimensions of the small and big end bearings of the connecting rod for a diesel engine with following data. Following data. First one, cylinder bore 100 mm. Maximum gas pressure. Gas pressure
4 megapascal. L by D ratio of piston pin bearing. L by D of piston pin to L by D of crank pin 1.3. Allowable bearing pressure for piston pin bearing. For piston pin bearing 12 megapascal. Similarly, allowable bearing pressure for crank pin bearing. എല്ലാം തന്നിട്ടുണ്ട്. Crank pin bearing 7.5 megapascal. Okay, so you can solve. എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഈക്വേറ്റ് ചെയ്യാം, കണ്ടുപിടിക്കാം. ചെയ്തോ, ഒരു 5 മിനിറ്റ് എടുത്തോ, ചെയ്തോ.
കഴിഞ്ഞോ? കിട്ടിയോ? LPDP കിട്ടിയോ? $35.57 ആണോ? നോക്കട്ടെ. DP 36. LP 72.36. 56 DC LC 73. ഓക്കെ, ഡിഫറെന്റ് ആൻസേഴ്സ് ഒന്നുമില്ല. ഓക്കെ, എക്സാക്ട് ആൻസർ പറയുകയാണെങ്കിൽ DP 36.18 വരും. ഓക്കെ, ആൻഡ് LP അറൗണ്ട് അതേ റേഞ്ച് തന്നെ, 72 സംതിങ് വരും. ആദർശന്റെ കറക്റ്റ് ആണ്. 36. അതേപോലെ DCന്റെ കേസിൽ DC 56 പോയിന്റ് സംതിങ് വരും. അതുപോലെ LC അതേപോലെ തന്നെ 73. Yes, 73. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇഷ്യൂസ് ഇല്ലല്ലോ. ഡയറക്റ്റ് ഇത്രേ ചെയ്യാനുള്ളൂ. ചെയ്യാത്തവർക്ക് വേണ്ടി പറയാം. സോ PC is equal to pi by 4 D square into P max ആണ്. സോ pi by 4 D നമുക്ക് തന്നിട്ട് ബോൾ ഡയമീറ്റർ 100 ആണ്. 100 സ്ക്വയർ ഇൻറ്റു P max എന്ന് പറയുന്നത് അലോവബിൾ സോറി മാക്സിമം പ്രഷർ അല്ല, മാക്സിമം പ്രഷർ തന്നിട്ടുണ്ട് 4 ആണ്. റൈറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PC കിട്ടും. സോ PC വാല്യൂ 31415.95 ന്യൂട്ടൺ കിട്ടും. റൈറ്റ്, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? യു കൻ ഇക്വേറ്റ് ദിസ് PC വാല്യൂ വിത്ത് PC4 എന്താണ്? സ്മോൾ പിസ്റ്റൺ പിൻ. റൈറ്റ്, പിസ്റ്റൺ പിൻ. സോ എത്ര? 31415.95 ഇക്വേറ്റഡ് വിത്ത് പിസ്റ്റൺ പിൻ. പിസ്റ്റൺ പിന്റെ കേസിൽ എത്ര? LP ഇൻറ്റു DP ഇൻറ്റു അലോവബിൾ പ്രഷർ ആണ്. അലോവബിൾ പ്രഷർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിസ്റ്റൺ പിൻ 12 ആണ്. റൈറ്റ്, സോ ഇതിന്റെ രണ്ടിലും റേഷ്യോ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് LP is equal to 2 times DP എടുക്കാം. അങ്ങനെ ആകുമ്പോൾ 2 DP സ്ക്വയർ ഇൻറ്റു 12 എന്ന് വരും. സോൾവ് ചെയ്യുക, DP വാല്യൂ കിട്ടും. DP വാല്യൂ 36.18 കിട്ടും. സിമിലർലി LP വാല്യൂ 72 point something വരും. So these are the two length and diameter values. Similarly അടുത്ത കേസും കിട്ടും. ഓക്കെ, സോ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈവൻ വാല്യൂയിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ലെങ്ത് എടുക്കുന്നത്. സോ ഇറ്റ് കൻ ബി റൗണ്ട് ഓഫ് ടു 838. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ 76 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ്സ് ദ സെക്കൻഡ് പോർഷൻ. ഓക്കെ, നമുക്ക് തേർഡ് പോർഷൻ കൂടെ നോക്കാം, അതിന് ശേഷം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ തേർഡ് പാർട്ടിന്റെ ഷെയർ ദ വീഡിയോ. രണ്ടേ കാര്യമുള്ളൂ, അത് പെട്ടെന്ന് തീരാ. വീഡിയോ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് പാർട്ടോടെ നാളെ അത് റീ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓക്കെ, you can find the dimensions, length and diameter. So we have finished that part. Now let us move on to the design of the big end cap and the bolt. Now the objective here is to determine the diameter, the nominal diameter of the bolt and the thickness of the cap. So actually the bolt is the design of a bolt means is to find the diameter. So the maximum force which is acting on the cap and bolt is actually the inertia force which is acting on the piston when it reaches the top dead center during the exhaust stroke is the only force which is acting on the cap and the bolt. Okay, so let us move on to the design of this bolt first. Okay, first of all, let us analyze the bolt, and after that we will be dealing with the cap. So this is how and the arrangement looks like. And
top end part will look like something like this, where it is having a cap followed by 2 bolt. So we'll be designing the bolt first. So as we have spoken of, the main force that is acting over this one is the inertia force. So this inertia force, which is acting on the cap and the bolt, is given by a standard equation, and that equation is given as pi max is equal to mr omega square r into 1 plus 1 by n1. And this, let me remind you that this equation is not there in the data book, so you have to learn this equation. So where mr is the mass of the reciprocating butt, which will be given, and omega is the angular velocity which can be found out, and r is the crank radius which will be given, and which is followed by n1, which is the ratio of the length of the connecting rod to the crank radius. Now, since since a pi max force is acting on this base part, this complete the force is actually the bolt actually withstand this force, or it is resisting this force. Okay, therefore the pi max, which the force which is resisted by the bolt will be is given by pi max is equal to 2 times pi by 4 dc square into sigma t. Right, the 2 is coming because there are 2 bolts, and 2 bolts are withstanding this one. But sigma t, and the sigma t is actually the permissible tensile stress of the bolt material, which is the material property. Okay, so on equating these two equations for the pi max, we can get the core diameter, which is dc. We'll get the core diameter. Okay, so once this core diameter is obtained, it is very easy to find the nominal diameter by using the relationship d is equal to dc divided by 0.8. So it is as simple as that. Okay, all you have to do is to remember these two equations. Now let us move on to the design of the cap thickness. So with the same figure, let us move on to the design of the cap thickness. Okay, the TC over here is the cap thickness. The same PI max pressure is acting over here. Okay, now to determine this one, let us assume this complete setup to be a simply supported beam which is supported using 2 bolt. Okay, and a peculiar shaped beam is there, and PI max load is acting at the center, and the distance between the 2 bolt centers, let it be L. Okay, so in that condition, your moment acting on this one, or the maximum moment which is acting, can be obtained using the relationship MB is equal to PI max into L divided by 6, where PI max is the maximum inertial force acting at the center, which you can find it out. Okay, and L is actually the span or the length as shown in the figure. So to find this length, all you have to do is you have to sum this length with this extra length plus over here plus the half or the diameter of the bolt. Okay, so it is given here that is L is equal to length of the crank pin, which is the length of the crank pin. This is the length of the crank pin, followed by 2 times thickness of the bush. 2 times thickness of the bush will be adding, and approximately it is 3 mm plus the nominal diameter of the bolt, that is half diameter is over here plus half diameter over here, which will give you the nominal diameter, and plus it is added with a clearance with a value of which is 3 mm. Okay, now once this is obtained, we can determine the thickness using the standard relationship for the permissible bending stress. Since it is a bending stress, we'll go with a very standard equation, that is bending stress is equal to mb divided by I into y, where mb is the maximum moment acting at in the beam, and I is the moment of inertia of the I section. Okay, the moment of inertia of the section, and for I is the moment of inertia of the section, which this section, okay, of this section, and y is the distance from the neutral axis from the section. Okay, so I is nothing but BC into TC cube by 12, where BC is the width which is not shown here, and TC is the thickness which is to be found out. Okay, and y is equal to TC by 2. Okay, so substitute all these values in the equation, and on equating both the equations, you will be getting the thickness. Basic design procedure is coming to end. So with this, the basic design procedure. ടൈമായി. ഒരു 5 മിനിറ്റ് നമുക്ക് നാളെ കൂടെ ഉള്ളൂ തീർക്കണ്ടേ. നാളെ കഴിഞ്ഞ ക്ലാസ് ഇല്ല. നാളെ എൻ്റെ അറിവിൽ നാളത്തേക്കും കൂടെ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, അതൊന്നും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് അതുകൂടെ പറയാം, എന്നിട്ട് വിടാം.
ഓക്കെ സോ ഇത്രയും കാര്യങ്ങളായി അല്ലേ. ഇനി അടുത്ത നമുക്ക് ഈ ബിഗ് പിന്നെ ബോൾട്ടിന്റെ കേസ് കൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിസൈൻ ഓഫ് ബിഗ് ആൻഡ് ക്യാപ്പ് ആൻഡ് ബോൾട്ട് ആണ്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഒരു കണക്ടിംഗ് റോഡിന്റെ കേസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് 2 ബോൾട്ടുകളാണ് ഉണ്ടാകും അല്ലെ. ഇത്തരത്തിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു കണക്ടിംഗ് കൊടുത്താൽ 2 ബോൾട്ടാണ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ടാവും. ഈ ബോൾട്ട് ഡിസൈനാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലെ, സോ ഈ ബോൾട്ടിന്റെ കേസിലും ഗവേണിംഗ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സുകൾ. അഗൈൻ ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ ഡാറ്റാ ബുക്കിലുണ്ട്, ബട്ട് ഡോണ്ട് ഗോ വിത്ത് ദിസ് ഇക്വേഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് 2 സ്റ്റെപ്പ് ഉള്ളത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, first step is to find the maximum inertia force, this one. Okay, pi max is equal to m omega square r into 1 plus 1 by n1. Okay, 1 plus 1 by n1, where n1 is the ratio of length of the connecting rod to the crank radius. Okay, so ഇത് നോക്കാം, ratio of length of the connecting rod to the crank radius ആണ് n1 എന്ന് പറയുന്നത്. Fine, and mr is the mass of the reciprocating parts, omega is the angular velocity of the crank, and r is the crank radius, and L is the length of the connecting rod. Okay, so we'll be equating this inertia force. കാരണം ഇതിൽ വരുന്ന ഇതിന്റെ inertia ഫോഴ്സിന് ഈക്വലന്റ് ആവുന്നത് ഇതിന്റെ അകത്തേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷറും അതിന്റെ inertia ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈ കംപ്ലീറ്റ് inertial ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ കണക്ടിംഗ് റോഡിൽ ലോഡ് വരുന്ന സമയത്ത് അതിലുണ്ടാവുന്ന അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ inertia ഫോഴ്സിനെ റെസിസ്റ്റ് അല്ലെങ്കിൽ ഇതിന് 2 പീസായിട്ട് പോവാതെ അതിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ 2 ബോൾട്ട് ആണ് അല്ലെ. ഈ ബോൾട്ട് ആണ് അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ. അപ്പോ സോ എത്ര ബോൾട്ട് ഉണ്ട്? 2 ബോൾട്ട് ഉണ്ട്. ഈ 2 ബോൾട്ടും കൂടിയിട്ടാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് pi max is nothing but which can be equated to 2 times pi by 4 dc square by 4 into sigma t, where dc is the diameter of the bolt. Okay, and sigma t is actually the permissible tensile stress of the bolt material. Okay, direct equate ചെയ്യാം. So equate these two, and if you equate these two, you will get the value for DC. Okay, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ DC കിട്ടും. DC കിട്ടി കഴിഞ്ഞാൽ you can find the nominal diameter using this relationship, which is D is equal to DC by 0.8. Clear? Step on the note here. Maximum inertia force acting on the cap and bolts. Pi max is equal to m omega square into r into 1 plus ഇത് നോട്ട് ചെയ്യുക, ഡിസൈൻ ഓഫ് ബിഗ് ആൻഡ് ക്യാപ്പ് ആൻഡ് ബോൾട്ട്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ആ ലാസ്റ്റ് സ്റ്റെപ്പിലെ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഇതാണ് ഒരു സ്റ്റെപ്പ്. അതിന്റെ സബ് സ്റ്റെപ്സ് ആണ് ഇത്. ഫസ്റ്റ് വൺ പി ഐ മാക്സ് ഇനർഷ്യ ഫോഴ്സ് കാണാം, പിന്നെ ഇനർഷ്യ ഫോഴ്സ് ദാറ്റ് ഇസ് വിത്ത്സ്റ്റാൻഡ് that the bolt is withstanding. Okay, first equation. Second equation, equate these two, find DC. Once you get DC, find the nominal diameter. So this n1 is actually the ratio of L by R. Okay, connecting rod length to crank radius. Right. Okay, note it down. ക്ലാരിറ്റി ഇല്ല. എന്താണ്? കുറച്ച് തിരിയാൻ ബുദ്ധിമുട്ടുണ്ട്. എഴുതാം ഇതിന്റെ ആ PI max is P is equal to what is now PI max is equal to mr omega square r into 1 plus 1 by n1. Fourth equation. രണ്ടാമത്തത് PI max is equal to 2 times pi by 4 dc square into sigma t. Okay, where n1 ഞാൻ ഇവിടെ എഴുതാണ്, n1 is equal to L by R. Okay, so ഈ വീഡിയോ ലിങ്ക് നിങ്ങളെ പിന്നെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, I7 ഉണ്ട്. ഇതൊന്ന് ഇനി റെഫർ ചെയ്താൽ കുറെ കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, നോട്ട് ചെയ്തോ?
ഓക്കെ, അപ്പം ബാക്കിയുള്ള 2 സ്റ്റെപ്പ് നമുക്ക് നെക്സ്റ്റ് നാളെ ക്ലിയർ ആയിരിക്കാം. എന്നിട്ട് അതോടുകൂടി ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഇനി പിന്നെ വരുന്നൊരു സാധനം നമ്മൾ പ്രഷർ വെസൽസ് ആണ്. പ്രഷർ വെസൽസിന്റെ ബേസിക് കുറച്ച് തിയറി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ അസൈൻമെന്റ് പെൻഡിംഗ് ഉള്ളവരെല്ലാം അസൈൻമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. 5th ഉം 6th ഉം അസൈൻമെന്റ് തരാം. അത് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ ലാസ്റ്റ് ബാക്കി ചെയ്യാൻ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെ അസൈൻമെന്റ് ആയിട്ട് തരാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേ അതേപോലെ തേർഡിന്റെ എല്ലാം കുറച്ച് പേര് അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് മറ്റേ ലോ ഓഫ് ഗിയറിംഗിലാണ്. ലോ ഓഫ് ഗിയറിംഗിൽ എക്സാമിനും എഴുതിയതാണ്. റൈറ്റ്, സോ ജസ്റ്റ് ടേക്ക് എ ഫോട്ടോ ആൻഡ് അപ്ലോഡ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ബാക്കി നമുക്ക് നാളെ കാണാം.